നിങ്ങൾ ക്രിസ്മസിൻ്റെ ഒരു സമയത്ത് ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ടുണ്ടോ? ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കേരളത്തിൽ എവിടെയൊക്കെ ക്രിസ്മസ് ആഘോഷങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഫോർട്ട് കൊച്ചിയിലുള്ള ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഒരു വേറെ ലെവലാണ്. കാരണം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരും ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്. അതുമാത്രമല്ല അന്യ സംസ്ഥാനക്കാരും ഫോറിനേഴ്സും ഒക്കെ വരാറുണ്ട്. ഇന്ന് ക്രിസ്മസ് ദിവസമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാച്ചുറൽ ക്രിസ്മസ് ട്രീ സ്ഥിതി ചെയ്യുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. അത് ലൈറ്റ് ചെയ്യുന്നത് ഇന്നാണ്. ഇവിടെ ഈ വരുന്നതും പോകുന്നതുമായിട്ടുള്ള എല്ലാ ആൾക്കാരും അതിനുവേണ്ടി വന്നിരിക്കുന്നതാണ്. ഇന്ന് രാത്രി 7 മണിക്കാണ് ലൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്കൊക്കെ വരുമ്പോൾ ഇതുപോലെ സ്ട്രീറ്റ്സിൽ കൂടിയൊക്കെ വണ്ടി ഓടിച്ച് നടക്കുക. പറ്റുന്നവർ നടന്നു പോകാൻ പറ്റുന്നവരൊക്കെ അങ്ങനെയും ചെയ്യുക. കാരണം ഇതൊക്കെ ഫുള്ള് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ചരിത്ര പ്രാധാന്യമായിട്ടുള്ള ധാരാളം കെട്ടിടങ്ങളും ഒരുപാട് കാര്യങ്ങളും നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. അതുമാത്രമല്ല ധാരാളം കൾച്ചറുകളും ഇവിടെ ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ഫോർട്ട് കൊച്ചി വരുന്ന ഒരാളാണെങ്കിൽ ഒരു ദിവസം മൊത്തം കാണാനുള്ള കാഴ്ചകൾ ഇവിടെ തന്നെയുണ്ട്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ആണെങ്കിൽ തന്നെ ധാരാളം ഹെറിറ്റേജ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. നമ്മൾ ഈ കാണുന്ന പള്ളി എന്ന് പറയുന്നത് വാസ്കോ ഡ ഗാമയെ ആദ്യമായിട്ട് അടക്കം ചെയ്ത പള്ളിയാണ്. ഇത് ഫോർട്ട് കൊച്ചി ബീച്ചിനടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും, എവിടെ നോക്കിയാലും അലങ്കാരമാണ്. അതുമാത്രമല്ല കടകളൊക്കെ ഇപ്പോൾ 24 മണിക്കൂറും തുറക്കുന്ന ഒരു അവസ്ഥയാണ്. റോഡ് സൈഡിലൊക്കെ വണ്ടി മുട്ടിട്ട് നടക്കാൻ പറ്റില്ല. ഇതെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരു ഹൈ ക്ലാസ് റെസ്റ്റോറൻറ്റ് ടൈപ്പാണ്. ഫോറിനേഴ്സിനെ ഉദ്ദേശിച്ച് മെയിനായിട്ടൊക്കെ ഇറക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ ഫോർട്ട് കൊച്ചിക്കാരായിട്ടുള്ള ആൾക്കാരൊന്നും ഇവിടെ അങ്ങനെ അധികം കയറാറില്ല. കൂടുതലും പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് ഇവിടെ കയറുന്നത്. ഇതെന്ന് പറയുന്നത് ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഒരു ജയിലാണ്. ഒത്തിരി വർഷം പഴക്കമുള്ളൊരു ജയിലാണ് കേട്ടോ ഇത്. പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ ജയിൽ വരുന്നത്. ഇവിടെ വരുവാണെങ്കിൽ എനിക്ക് ഇവിടെ കയറി കാണാനൊക്കെ സാധിക്കും. ടിക്കറ്റൊന്നും എടുക്കേണ്ടതൊന്നുമില്ല. നമ്മളിപ്പോൾ വെളി ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് കയറി ബീച്ച് റോഡ് വഴി ചുറ്റി തിരിച്ച് ബസ് സ്റ്റാൻഡ് വഴി നമ്മൾ വെളി ഗ്രൗണ്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഈ ഒരു റൗണ്ട് അടിച്ചാൽ തന്നെ നമുക്ക് ധാരാളം വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും കേട്ടോ. നമ്മുടെ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ കണ്ടിരിക്കേണ്ട കുറച്ച് സ്ഥലങ്ങളിലെ ലിസ്റ്റ് എടുത്താൽ അതിലൊന്ന് ഫോർട്ട് കൊച്ചി കാണും. കാരണം ഇത്രയും ചരിത്ര പ്രാധാന്യമായിട്ടുള്ളൊരു സ്ഥലം നമ്മുടെ കേരളത്തിൽ തന്നെ വേറെ ഇല്ല. നമ്മുടെ ബ്രിട്ടീഷുകാരായിട്ടും അതുപോലെ തന്നെ കച്ചവടങ്ങളൊക്കെ ആയിട്ടൊക്കെ ധാരാളം ബന്ധമുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ ഫോർട്ട് കൊച്ചി. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിക്കാർക്ക് ശരിക്കും ഒരു ഉത്സവം പോലെയാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ നടക്കുന്നത്. നമ്മൾ നോർമലി കാണുവാണെങ്കിൽ ഏതൊരു ജില്ലയാണെങ്കിലും ഒരിടത്ത് മാത്രമായിരിക്കും കൂടുതൽ ആഘോഷം കാണുന്നത്. ഇതങ്ങനെയല്ല. ഇവിടെ മാത്രമല്ല, എവിടെ നോക്കിക്കഴിഞ്ഞാലും ഓരോ രീതിക്കുള്ള സെലിബ്രേഷൻ ആയിരിക്കും. ഇത് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടാണ്. ഇവിടെയാണ് ഫേമസ് ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ഉള്ളത്. ഇവിടെയാണ് സാന്റാക്ലോസിനെ കത്തിക്കുകയും ചെയ്യുന്നത്. നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ഈ മെയിൻ ഗേറ്റ് വഴി കയറാൻ സാധിക്കും. പക്ഷേ നമുക്ക് ഇവിടുത്തെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് തന്നെ വണ്ടി കുറച്ച് ദൂരത്തേക്ക് വെക്കാനാണ് പരിപാടി. ഈ ക്രിസ്മസ് ട്രീയുടെ ലൈറ്റിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല. അത്ര തിരക്കായിരിക്കും. സാധാരണ ക്രിസ്മസിന് 1-2 ദിവസം മുന്നേ ആണ് ഈ തെളിയിക്കുന്നത്. പക്ഷേ ഇത്തവണ ക്രിസ്മസിൻ്റെ അന്ന് തന്നെയാണ് ഈ തെളിയിക്കുന്നത്. അത് കാരണം തന്നെ നോർമൽ ഉള്ളതിനേക്കാളും കുറച്ചധികം തിരക്കുന്നുണ്ടാവും. കാരണം ഇന്നൊരു അവധി ദിവസം കൂടിയാണ്. അപ്പം നമ്മൾ ബൈക്ക് ഇവിടെ വെച്ചിട്ട് ആ ട്രീ കാണുന്ന അവിടം വരെ നടന്നു പോകാനാണ് ഉദ്ദേശം. ഈ റോഡൊക്കെ ഇനി രാത്രി നിങ്ങൾ കണ്ടോ, ഇവിടെ ഒട്ടും തന്നെ സ്ഥലം ഉണ്ടാവില്ല. നമുക്ക് നടക്കാൻ പോലും ഒരു സ്ഥലം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു 5 മണി ആയിട്ടുണ്ട്. 7 മണിക്കാണ് ട്രീ തെളിയിക്കുന്നത്. അതുവരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം. പണ്ടിത് ബൈക്ക് റേസിംഗ് ഒക്കെ നടക്കുന്ന ഒരു ഗ്രൗണ്ടായിരുന്നു. അപ്പോൾ ഇത് ചുറ്റിനും തുറന്നു കിടന്ന ഒരു ഗ്രൗണ്ടായിരുന്നു. ആർക്ക് വേണേലും എപ്പോൾ വേണേലും കയറാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇത് ചുറ്റുമതിലൊക്കെ കെട്ടി നല്ല രീതിക്ക് സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ബൈക്ക് റേസിംഗ് ഒക്കെ ഇവിടെ നിന്ന് മാറ്റി വൈപ്പിൻ ബീച്ചിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതെല്ലാ വർഷവും ഡിസംബർ 26 ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസമാണ് നടക്കുന്നത്. അപ്പം നമ്മുടെ ട്രീ ഒക്കെ ഏകദേശം ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റ് ഓൺ ആക്കുന്ന സമയത്ത് ഇത് എന്ത് കളറാണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം ഇത് ഓരോ വർഷവും ഓരോ തരം കളറിലാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾക്ക് ഓണാക്കുന്ന ദിവസം മാത്രമേ ഇത് അറിയാനും കഴിയുള്ളൂ. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ നാച്ചുറലായിട്ടുള്ള ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് ട്രീകൾ ഒത്തിരി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും പഴക്കമുള്ള അല്ലെങ്കിൽ ഇത്രയും വലിപ്പമുള്ള ഒരു ട്രീ നമ്മൾ കാണാനിടയില്ല. ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത്. കാരണം വെച്ചാൽ മിക്സിയോ അല്ലെങ്കിൽ സാധാരണ ജ്യൂസറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് ജ്യൂസ് അടിക്കുന്നത്. വെളി ഗ്രൗണ്ടിൽ തന്നെ 31st കത്തിക്കാനായിട്ടുള്ള പപ്പാഞ്ഞീനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചെറിയ കുറേ പപ്പാഞ്ഞീനെ നിർമ്മിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെയൊക്കെ നിന്ന് ധാരാളം ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ കുട്ടികളെയൊക്കെ ആയിട്ടാണ് വരുമെങ്കിൽ ധാരാളം ഫോട്ടോസ് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഏകദേശം രാത്രി ആയിട്ടുണ്ട്. 7 മണിയൊക്കെ ആകുമ്പോൾ ലൈറ്റ് ഇടുമെന്നാണ് പറഞ്ഞത്. ധാരാളം ആൾക്കാരാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. കാരണം എത്ര ആൾക്കാരുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്ര ആൾക്കാരാണ് ഇവിടെ. അപ്പോൾ എന്തായാലും നമുക്ക് ട്രീ ഓണാക്കുന്ന ആ ചടങ്ങിലേക്ക് കിടക്കാം.
അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ആണോ എന്നറിയില്ല, ഇത്തവണ കളർ യെല്ലോ ആണ്. കഴിഞ്ഞ കൊല്ലം ബ്ലൂ ആയിരുന്നു, അതിന് മുന്നേ റെഡ്, അതിന് മുന്നേ ഗ്രീൻ, വൈറ്റ് അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണ യെല്ലോ കളറാണ് കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയല്ലേ. നിങ്ങൾ ഇതുപോലത്തെ ക്രിസ്മസ് ട്രീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം കാണാനിടയില്ല, കാരണം ഇത്രയും വലിയൊരു ക്രിസ്മസ് ട്രീ, അത് നാച്ചുറലായിട്ടുള്ള ക്രിസ്മസ് ട്രീ കാണാനിടയില്ല. ഇത് കാണണമെങ്കിൽ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ തന്നെ വരണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ താരതമ്യേന കൂടുതൽ ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇന്നിവിടെ ഇത് കഴിയുമ്പോൾ ഡാൻസും പാട്ടും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കൂടി കഴിഞ്ഞിട്ടേ പ്രോഗ്രാമുകളൊക്കെ അവസാനിപ്പിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രീ ലൈറ്റ് ഓണാക്കി കഴിഞ്ഞതേ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. ബീച്ച് റോഡ് മൊത്തം ബ്ലോക്കായിരിക്കും. നമ്മൾ റോഡ് സൈഡിലൊക്കെ വണ്ടികളൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫോർട്ട് കൊച്ചി കാണാൻ ഈ ക്രിസ്മസിൻ്റെ സമയത്ത് വരുവാണെങ്കിൽ ദയവ് ചെയ്ത് ബൈക്കിന് മാത്രം വരിക. കാറായിട്ടൊക്കെ വന്നിട്ട് കിടക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഈ ബ്ലോക്കൊക്കെ മാറി എപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കിലോമീറ്റർ കണക്കിന് ഇതുപോലെ തന്നെ ബ്ലോക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ ഓപ്പോസിറ്റ് വന്നിട്ട് കിടപ്പാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണണമെന്ന് മിക്കവർക്കും ആഗ്രഹം ഉണ്ടാവും. വരുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷേ മാക്സിമം കാർ ഒഴിവാക്കി ബൈക്കിന് വരാൻ ശ്രമിക്കുക. അതായിരിക്കും നമുക്ക് തിരിച്ചു പോകാനും നല്ലത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.